ജോലിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതേ സമയം തന്നെ എൻ്റെ ഫാമിലിയിൽ ഇതുപോലെ എൻ്റെ ഭാവിയിലേക്കുള്ള അവർക്കും ടെൻഷൻ തുടങ്ങി. അടുത്ത് എന്ത് ചെയ്യും, എങ്ങനെ എന്നെപ്പോലെ ഒരാളെ ആരെങ്കിലും സ്വീകരിക്കുമെന്നതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ അതുവരെ ചിന്തിച്ചിരുന്നില്ല. അവരുടേതായ ടെൻഷനും എനിക്ക് എൻ്റെതായ ടെൻഷൻസും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി ഒരുപാട് സർപ്രൈസുകൾ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് വർണ്ണങ്ങൾ നിറഞ്ഞ സ്വപ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ 2 കൈകളും കർത്താവ് തിരികെ തരികയെന്ന സ്വപ്നം. എൻ്റെ ആ വെറും ഒരു സ്വപ്നത്തെ കർത്താവ് യാഥാർത്ഥ്യമാക്കി തന്നു എൻ്റെ ജീവിത പങ്കാളിയിലൂടെ, ആൽവിൻ. എൻ്റെ പേര് ആൽവിൻ ആൻ്റണി. ഞാൻ എറണാകുളം സ്വദേശിയാണ്. ഞാൻ പ്രൈവറ്റ് സെക്ടറിലാണ് വർക്ക് ചെയ്യണത്. എനിക്ക് അഞ്ജനനെ കിട്ടിയതിൽ പിന്നിൽ വലിയൊരു സീക്രട്ടായിട്ടുള്ളൊരു കഥയുണ്ട്. അതെനിക്ക് കൂടുതലും യുവജനങ്ങളോടാണ് പറയാനുള്ളത്. ഞാൻ വളരെ കുഞ്ഞിതാർന്ന സമയത്ത് വീട്ടിലെല്ലാ കാര്യത്തിനും പള്ളിയിൽ പോകാനും കുരിശുവരക്കാനൊക്കെ അമ്മൂമ്മയാണ്, എൻ്റെ അമ്മൂമ്മ ലില്ലി അമ്മൂമ്മ എന്ന പേര്, അമ്മൂമ്മയാണ് കൂടെ ഉണ്ടായത് എല്ലാ കാര്യത്തിനും. അപ്പോൾ അമ്മൂമ്മ ചെറുപ്പത്തിൽ അമ്മൂമ്മയുടെ ഒപ്പം അപ്പൂപ്പൻ്റെ ഒപ്പം എന്നെ കൈപിടിച്ച് പള്ളിയിൽ കൊണ്ടുപോകും, പ്രാർത്ഥിക്കാനും കുരിശുവരക്കാനും എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു. അപ്പം അമ്മൂമ്മ പഠിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു തരും, പിന്നെ ഓർമ്മ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു തരും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ടീനേജൊക്കെ കഴിഞ്ഞ സമയത്താണ് അമ്മാമ്മ ഇതേപോലെ പറഞ്ഞ് എന്നെ ഒരു ദിവസം അടുത്ത് വിളിച്ച്. അപ്പം അമ്മമ്മ പറഞ്ഞു, എടാ മോനെ ആൽവിനെ, നിനക്ക് കൃത്യസമയത്ത് ഒരു ജീവിത പങ്കാളിയെ കിട്ടാൻ വേണ്ടി ഞാൻ ഒരു രഹസ്യം പറഞ്ഞു തരാം. അപ്പോൾ എന്നോടും ഇത് എൻ്റെ കാരണന്മാർ പറഞ്ഞു തന്നേന്. അപ്പോൾ ഞാൻ നിന്നോടൊരു രഹസ്യം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അമ്മാമ്മ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, എല്ലാ ദിവസവും ഒരു കൊന്ത വീതം ജീവിത പങ്കാളിക്ക് വേണ്ടി മാത്രം ചൊല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് പോലെ ഞാൻ ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല. ഇങ്ങനെ നല്ലൊരു വിശുദ്ധമായ ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആ പ്രാർത്ഥനയുടെ പൂർണ്ണത വന്നത് 2022 നവംബർ 20 ഞാനും അഞ്ജനയും കൂടിയാണ് അന്ന് ആ പ്രാർത്ഥന വളരെ സന്തോഷമായിട്ട് ആ കൊന്ത പൂർത്തിയാക്കിയത്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് അഞ്ജനനെ കിട്ടിയത്. അപ്പോൾ ജീവിത പങ്കാളി അന്വേഷിക്കണ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരു റോസറി അധികം സമയം വേണ്ടെങ്കിൽ നമ്മൾ എന്തോരം അനാവശ്യമായി കളയാണ്. ഫോണിൽ കാര്യങ്ങൾ പുറത്തുപോയി ഒരുപാട് സമയം നമ്മൾ അനാവശ്യമായിട്ട് കളയുന്നുണ്ട്. ഒരു റോസറേഷൻ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കർത്താവ് നല്ലൊരു ജീവിത പങ്കാളിയെ തരും. അപ്പോൾ ഈ സീക്രട്ട് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക. തീർച്ചയായും കർത്താവ് നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ കല്യാണത്തിന് ശേഷം ഇടുക്കിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഒരുപാട് പ്രതീക്ഷയോടു കൂടിയാണ് ഞാൻ വന്നത്. ഇവിടെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും എവിടെയെങ്കിലും എനിക്ക് ജോലിക്ക് കയറാൻ പറ്റും. ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ജോലികൾക്ക് ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് MSWൻ്റെ ജോലി ചെയ്യാൻ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതിൻ്റെ തന്നെയായിരുന്നു ആദ്യമേ എല്ലാത്തിലും അപ്ലൈ ചെയ്തിരുന്നത്. അങ്ങനെ ഒരു 10-20 ജോലികൾക്കോളം ഞാൻ അപ്ലൈ ചെയ്തു. ചിലതിലൊക്കെ വിളിച്ചു, ചിലതിൽ വിളിച്ചില്ല, ചിലതിൽ പോയി അറ്റൻഡ് ചെയ്തപ്പോൾ അവർ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 1-2 ഇൻ്റർവ്യൂവിൽ ചെന്നപ്പോൾ അവർ നേരിട്ട് ചോദിച്ചു. ഞാൻ ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഞാൻ പഠിച്ചതിൻ്റെ അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് അതിനുവേണ്ടി പ്രിപ്പയർ ആയിട്ടൊക്കെ ചെന്നതായിരുന്നു. പക്ഷെ അവർ ചോദിച്ച ചോദ്യം, മോൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ ഒരു ജോലിയാകുമ്പോൾ എപ്പോഴും യാത്രയൊക്കെ ചെയ്യേണ്ടി വരും, അത് മോൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെനിക്ക് പെട്ടെന്ന് സർപ്രൈസിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റും എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഈ ജോലിക്ക് ചിലപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്യേണ്ടി വരും, അത് മോൾക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു. അതും എനിക്ക് പറ്റും, ഞാൻ കുറേ നാൾ ഹോസ്റ്റലിലൊക്കെ ആണ് നിന്നിരുന്നത്, അങ്ങനെയാണ് ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു അടുത്ത ചോദ്യം ചോദിച്ചു, മോൾക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ലൈസൻസ് ഇല്ല, എനിക്ക് ഡ്രൈവിംഗ് അറിയാം, അപ്പോൾ എനിക്ക് ലേണേഴ്സ് ഉണ്ട്, അപ്പോൾ ഞാൻ ഉടനെ തന്നെ ലൈസൻസ് എടുക്കും, എനിക്ക് അതിനുള്ള പ്രോസസ്സിംഗ് ഒക്കെ നടക്കുവാണ് എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. പക്ഷേ അവരും വിളിച്ചില്ല. ശരിക്കും അതുവരെ ഞാൻ പോയ ഇൻ്റർവ്യൂകളിൽ
എന്തുകൊണ്ടാണ് ഇതുവരെ എനിക്ക് തിരിച്ചു റെസ്പോൺസ് കിട്ടാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു കാരണം ഞാൻ ആ ഒരു സമയത്താണ് ശരിക്കും തിരിച്ചറിഞ്ഞത്. പുറമേ നിന്നുള്ള ആ ഒരു ക്വാളിറ്റി വെച്ചിട്ടാണ് ഇതിന് എടുക്കേണ്ടതെന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അത് നേരിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാതെ എങ്ങനെയാണ് പെട്ടെന്ന് അവർക്ക് ഒറ്റയടിക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റുന്നത്.